കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. അത് എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ? അല്ല. അനുവദനീയമല്ലാത്ത ഒരു സാധനം നമുക്കിവിടെ പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ, ഒരു കാരണവശാലും അത് പറ്റില്ല. അപ്പൊ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ആ സ്റ്റാറ്റ്യൂട്ട് പരിഹസിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ കണ്ടിട്ടില്ല പടം. പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, ഒരു കാരണവശാലും ഇല്ല. അതിപ്പോ പുകവലി നമുക്ക് ഇപ്പം സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് അങ്ങനെ ഒരാൾ പിടിക്കപ്പെടുമ്പോ ബാക്കിയുള്ളവരും കൂടിയാണ് ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, നീ കണക്കൊന്ന് ആലോചിച്ച് നോക്ക്. നീ കണക്കൊന്ന് വെച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്കിപ്പോ നീ ഒന്ന് ആലോചിച്ച്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാൾ ജീവിക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുള്ളത്? എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും? അത് എന്ന് പൊട്ടുമെന്നറിയാത്ത ബോംബ് പോലെയാണ്. സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട്? സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട്? ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഉണ്ടാവാം, ഉണ്ട്. പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ ഒരു ഭൂരിഭാഗം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവാം. കാരണം അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പോ എന്തായാലും ഇനി പൈങ്കിളി സിനിമ കാണുമ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി വേണമെങ്കിൽ എഴുതി കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ശ്രദ്ധിക്കാം. പറഞ്ഞാണല്ലോ നമ്മള് കഴിഞ്ഞ ഇന്റർവ്യൂല്. ഡയറക്ഷൻ ഈ പറഞ്ഞതുപോലെ സിനിമയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കഴിവിനനുസരിച്ച് സിനിമകൾ ചെയ്യണം എന്ന് ഇനി ആഗ്രഹമുണ്ട്. അതിനകത്ത് ഡയറക്ഷനും എഴുത്തും അഭിനയവും പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് നന്നായിട്ട്. ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സമയം വരുമ്പം ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ ഒരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഈ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നായകന് പറ്റിയ ഒരു കൺവെൻഷണൽ ഫീച്ചേഴ്സ് എനിക്കില്ല എന്ന്. പക്ഷെ റൈഫിൾ ക്ലബിൽ നമ്മൾ കണ്ടതാണ്. ഐഡിയൽ നായക സങ്കല്പം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നായകൻ ആർക്കും ആവാം, നായകനായിട്ട് ആർക്കും വേണേലും വരാം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിന് താഴെ ഞാൻ കമന്റ് കണ്ടു, പോത്തം വരെ നായകനായി പിന്നെയാണ്. അപ്പോൾ നായകൻ ആർക്കും ആവാം, ഇതിനൊന്നും പ്രശ്നമില്ല. ഐഡിയൽ ഒരു ഹീറോ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോന്നലുണ്ടല്ലോ. ഒരു നായകൻ ഇങ്ങനെയായിരിക്കണം, അയാൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റണം, അയാൾക്ക് അത് ചെയ്യാൻ പറ്റണം, അയാൾക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അങ്ങനത്തെ ഒരു നായകന്, ഐഡിയൽ കൺവെൻഷനുള്ള നായകൻ. അപ്പം അതിലേക്കുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളല്ല ഞാനെന്നാണ് പറഞ്ഞത്. ഞാൻ നല്ലൊരു ക്യാരക്ടറാണ്, ഞാനൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ഹീറോ ആയിട്ടല്ല അതിൽ പെർഫോം ചെയ്യുന്നത്. ഒരു പെർഫോമർ എന്ന നിലയിലാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരാൾ നായകനാവാം, ഞാൻ ഐഡിയൽ സങ്കല്പത്തിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് വായിക്കണം.